ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിലെ കൃഷിയിൽ നിന്ന് കിട്ടിയ ഫ്രഷ് കൊള്ളി മരച്ചീനി കൊണ്ട് ഉണ്ടാക്കിയ ഒരു അടിപൊളി കൊള്ളിവടയാണ് ഇത്. നമ്മുടെ കൊള്ളി നമുക്ക് ആദ്യം തൊലി കളഞ്ഞെടുക്കാം. തൊലി കളഞ്ഞെടുത്ത് നല്ലവണ്ണം കഴുകുക. കഴുകിയതിന് ശേഷം ഇങ്ങനെ തേങ്ങാപ്പീര പോലെ ചീകി ഗ്രേറ്റ് ചെയ്ത് എടുക്കണം. ഇതുകൊണ്ടാണ് നമ്മുടെ വടക്ക് പ്രത്യേക സ്വാദും കറുമുറുപ്പും ലഭിക്കുന്നത്. നല്ലവണ്ണം ചിരകി നമ്മൾ എടുക്കുക. നമുക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടിച്ചാൽ അതിനനുസരിച്ച് നമുക്ക് കൊള്ളി എടുക്കാം. ഇതുപോലെ ചിരകിയിട്ട് കൊള്ളിവട ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അസാധ്യ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ചിരകിയെടുത്ത കൊള്ളി മുഴുവൻ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതുപോലെ ചിരകി എടുക്കുന്നത് കൊണ്ട് നല്ല ക്രിസ്പിനെസ് കിട്ടും. ഫുള്ളായി നമ്മുടെ ബൗളിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 2 പച്ചമുളകാണ്. അത് ചെറുതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. ഇതിലേക്ക് അതുപോലെ തന്നെ ചെറുതായി നൈസായി കട്ട് ചെയ്ത ഇഞ്ചി ചേർത്തു. അതുപോലെ തന്നെ വേപ്പിൻ്റെ ഇല ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി അത്യാവശ്യം ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. നമ്മുടെ കൊള്ളി ഗ്യാസ് ഉള്ളൊരു കിഴങ്ങ് വർഗമായത് കൊണ്ട് തന്നെ ഒരു ഒന്നാകെയുള്ള ഫുള്ള് വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു കുടം വെളുത്തുള്ളി എന്നൊക്കെ പറയും. എന്നിട്ട് നമ്മുടെ മിക്സ് നല്ലവണ്ണം നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ പച്ചമുളകും വേപ്പിൻ്റെ ഇലയും വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ അതിൽ നല്ലവണ്ണം പിടിച്ച് കിട്ടട്ടെ. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ആച്ചിയുടെ ബജിമാവാണ്. ഇത് ചേർക്കുമ്പോൾ നമ്മുടെ കൊള്ളിവടക്ക് പ്രത്യേക ഒരു സ്വാദാണ് ലഭിക്കുന്നത്. ഇത് നല്ലവണ്ണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മുടെ തേങ്ങാപ്പീര പോലെ ചിരകിയെടുത്ത നമ്മുടെ കൊള്ളിയിൽ തന്നെ നല്ല വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രത്യേകിച്ച് വേറെ ഒരു വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. നമ്മുടെ പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കിയിട്ട് കുഴച്ചെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പിടാം. കൂടുതലായി ഉപ്പിടേണ്ടതില്ല. ഈ ആച്ചിയുടെ മസാല പൗഡറിൽ അത്യാവശ്യം ഉപ്പുണ്ട്. ഇത് നല്ലവണ്ണം കുഴച്ചെടുത്തിട്ട് ഒരു ബോള് പോലെ ആക്കിയെടുക്കാം. നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ബോള് പോലെ ആക്കിയെടുക്കണം. കണ്ടോ, ഇത് നല്ലവണ്ണം അപ്പം നമ്മുടെ ഇത് മിക്സായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇതിൽ നിന്നിട്ട് നമ്മൾ ഓരോ നുള്ളെടുത്ത് പിഞ്ചിയിട്ട് ഉരുട്ടിയിട്ട് ഇതേപോലെ കയ്യിൽ വെച്ച് പരത്തി കൊടുത്താൽ മതി. നമ്മുടെ കൊള്ളിവട തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കൊള്ളിവട. അടിപൊളി ക്രിസ്പിനെസ്സും അടിപൊളി കൊള്ളിവടയാണ്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ലെവലാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. അത്രക്ക് ടേസ്റ്റാണ്, വേറെ ലെവലാണ്. അത് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കിയാൽ തന്നെ അറിയുള്ളൂ ഇതിൻ്റെ ടേസ്റ്റ്. ചെറിയ വടയുടെ ആകൃതിയിലായി ഇത് പൊരിച്ചെടുക്കാം നമുക്ക്. കണ്ടോ, നമ്മുടെ നാടൻ കൊള്ളിവട തയ്യാറായിട്ടുണ്ട്. നല്ല ചൂട് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലെ കൃഷിയിൽ നിന്ന് കിട്ടിയ ഫ്രഷ് കൊള്ളി മരച്ചീനി കൊണ്ട് ഉണ്ടാക്കിയ ഒരു അടിപൊളി കൊള്ളിവടയാണിത്. സാധാരണ രീതിയിൽ നിന്ന് മാറി കൊള്ളി തേങ്ങാപ്പീര പോലെ ചിരകിയെടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും മസാലകളും ചേർത്താണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് എന്താണ് പറയുക? കൊള്ളി എന്നാണോ അതോ പൂള മരച്ചീനി എന്നാണോ? കമൻറ്റിലൊന്ന് പറയണം കേട്ടോ, എന്താണ് നിങ്ങളുടെ നാട്ടിൽ പറയാന്നുള്ളത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് പൂളക്കിഴങ്ങ് എന്നാണ് പറയുക. ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി സ്നാക്സുകളും പലഹാരങ്ങളും നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങളെല്ലാവരും അതൊന്നുകൂടി കണ്ടു നോക്കുക. നല്ല അടിപൊളി ഇൻഫോർമേറ്റീവായ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകളാണ് അതൊക്കെ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ അടിപൊളി വീഡിയോകളുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.